അമ്മേ, എനിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ അമ്മ വിളിക്കുന്നു കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കാനായിട്ട്. എന്നാൽ 2-3 ദിവസം ഞാൻ വീട്ടിലൊന്ന് പോയി നിന്നിട്ട് വരട്ടെ അമ്മേ. കുറേ നാളുമായല്ലോ ഞാൻ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ വീട്ടിലേക്ക് അങ്ങ് ഓടുവാണോ? അതെന്താ, നിനക്കിവിടെ തിന്നാനും കുടിക്കാനൊന്നും കിട്ടുന്നില്ലേ? ഓ, അതൊന്നും പറ്റത്തില്ലായിരിക്കും. വീട്ടിൽ ചെന്ന് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാലേ പറ്റത്തുള്ളായിരിക്കും അല്ലേ? പിന്നെന്താ, നിന്റെ ചേച്ചി 7 മാസം തികഞ്ഞ് വീട്ടിലുണ്ടല്ലോ. അതെ, എല്ലാം കൂടി നിങ്ങൾക്കങ്ങ് കേക്ക് മുറിച്ചങ്ങ് ആഘോഷിക്കാമല്ലോ അല്ലേ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കൂടി ആയില്ല, അതിനു മുമ്പേ വിശേഷാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ കുഞ്ഞിന് വർഷം 6 ആയി കല്യാണം കഴിഞ്ഞിട്ട്, ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. ഇതൊക്കെ അവൾ അറിഞ്ഞാൽ അവൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും? ഇതൊക്കെ ഒന്ന് ഓർക്കണ്ടേ? അതിനു മുമ്പേ എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കണം, അത്രേ ഉള്ളൂ നിനക്ക്. അവൾ സങ്കടപ്പെടുന്ന കാണുമ്പം നിനക്കങ്ങ് സന്തോഷിക്കാമല്ലോ അല്ലേ? അച്ഛനൊരു കുഞ്ഞില്ലാത്തത് എനിക്ക് സന്തോഷമാണെന്നോ? അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന എൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛൻ്റെ സങ്കടം എനിക്ക് കാണാൻ മേല. നീ ഇങ്ങനെ വയറും വീർപ്പിച്ച് നടക്കുമ്പം, കുഞ്ഞിനെയൊക്കെ താലോലിക്കുമ്പം അവൾ എങ്ങനെ സഹിക്കും? അമ്മേ, ഇതൊരു ജീവനാണ് എൻ്റെ വയറ്റിലുള്ളത്, അല്ലാതെ കളിപ്പാവയല്ല. വേണ്ടെങ്കിൽ കൊണ്ട് കളയാനായിട്ട്. മകൾക്ക് കുഞ്ഞുണ്ടായിട്ട് മരുമകൾക്ക് വിശേഷമായാൽ മതിയായിരുന്നെങ്കിൽ പിന്നെന്തിനാ മകനെ കൊണ്ട് ഇത്ര നേരത്തെ കെട്ടിച്ചത്? മകൾക്ക് വിശേഷമായതിനു ശേഷം മതിയായിരുന്നല്ലോ മകൻ്റെ കല്യാണം നടത്താനായിട്ട്. അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ വേണ്ടായിരിക്കും, എനിക്കും സുമേഷ് ചേട്ടനും എന്തായാലും ഈ കുഞ്ഞിനെ വേണം. പിന്നെ അമ്മ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. പിന്നെ ഒരു ശീലാവധി വന്നിരിക്കുന്നു. അമ്മേ, മോളെ അച്ചു, നിന്റെ മുഖമൊക്കെ അങ്ങ് വാടിയിരിക്കുന്നല്ലോ. ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ എങ്ങനെയുണ്ട് മോളെ? ഇത്തവണയെങ്കിലും വിശേഷം ഉണ്ടാവുമോ? അമ്മയും തുടങ്ങിയോ ഇപ്പം മറ്റുള്ളവരെ പോലെ ചോദിക്കാനായിട്ട്? എല്ലാവർക്കും അറിയേണ്ടത് എനിക്കെന്താ കുഞ്ഞുങ്ങളുണ്ടാവാത്തതെന്നാ. ഇപ്പം ഏട്ടത്തിക്കും വിശേഷമായി, ഇനിയിപ്പം ഏട്ടത്തി കാണാൻ വരുന്നവർ കൂടി എന്നെ ഇട്ട് ആക്രമിക്കുമല്ലോ. എനിക്കെന്താ വിശേഷമാവാത്തെ? എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടെന്താ വിശേഷമൊന്നും ആകാത്തെ? ആർക്കാ കുഴപ്പം? എന്തൊക്കെ കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയേണ്ടത്? ചിലർ പറയുന്നതോ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു വിലയുണ്ടാവില്ലെന്നാ. അമ്മേ, എന്നെ കുത്തി നോവിക്കുന്നതാ അവർക്കൊക്കെ സന്തോഷം. അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങോട്ടും പോകണില്ലമ്മ. ഒരു വിശേഷ സ്ഥലത്തു കൂടി എനിക്കിപ്പോൾ പോകാൻ മേല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ ചോദ്യം പേടിച്ചിട്ട് ഞാനിപ്പം എങ്ങോട്ടും പോകണില്ലമ്മേ. അമ്മേ, ഞാൻ എന്തിനമ്മ ഇങ്ങനെ ജീവിക്കുന്നേ? ചത്ത് കളയാൻ തോന്നുക. മോളെ അച്ചു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? അതിന് എനിക്കല്ലല്ലോ വിശേഷമുള്ളത്, ഇവിടെയല്ലേ വിശേഷമൊക്കെ. സന്തോഷിക്ക്, നന്നായിട്ടങ്ങ് സന്തോഷിക്ക് മോളെ. എന്താടി മിഴിച്ചു നിൽക്കുന്നത്? നിനക്ക് തൃപ്തിയായല്ലോ എൻ്റെ കുഞ്ഞിനെ അങ്ങ് വിഷമിപ്പിച്ചപ്പം. ആ, നീ സന്തോഷത്തോടെ അങ്ങ് ഇരിക്കങ്ങ്. പോടി എൻ്റെ മുമ്പിൽ നിന്ന്. ആ, അച്ചുമോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നാണോ വന്നത്? ആ, അയ്യോ, ഇത് മോള് പിടിക്കണ്ട. ദിവ്യമോളെ. ആ, ഇന്നാ മോളെ. മോളെ, എല്ലാം ശുവായിട്ട് നടക്കണമല്ലോ, അതാ മോളുടെ കയ്യിൽ തന്നെ തന്നത്. ശ്രുതി മോളുടെ 9ാം മാസത്തെ ചടങ്ങിൻ്റെ പങ്കാ. മോള് വയറ്റിക്കണ്ണി ആയിരിക്കുന്നതല്ലേ, മോക്ക് ഇതൊക്കെ തിന്നാനായിട്ട് കൊതിയുണ്ടാവുമല്ലോ. അതിൽ നിന്ന് കുറേ എടുത്ത് കഴിച്ചോ. പിന്നെ പിള്ളേരുണ്ടാകാത്തവരുടെ കയ്യിലൊക്കെ ഇതെങ്ങനെ കൊടുക്കുന്നേ? മോള് പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് നല്ല രീതിയിലൊക്കെ തിരിച്ചു വരണ്ടേ? അതൊക്കെയല്ലേ ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ. മോക്കിപ്പം 4 മാസം ഏതാണ്ട് കഴിഞ്ഞല്ലേ? ആ, കുറച്ച് നാൾ കൂടിയൊക്കെ ഇവിടെ നിൽക്ക്. അത് കഴിഞ്ഞ് വീട്ടിലങ്ങ് പോയി നിന്നോ, അതാ നല്ലത്. വെറുതെ ഒരു കണ്ണേറൊക്കെ മേടിച്ച് വെക്കണ്ട, അതൊക്കെ കുഞ്ഞിനും മോക്കൊക്കെ ദോഷം ചെയ്യും. അതാ ശാന്തേച്ചി പറഞ്ഞത്. ഈ പ്രസവിക്കാത്ത ആൾക്കാരുടെയൊക്കെ കണ്ണ് കിട്ടുന്നതേ ശരിക്കും പറഞ്ഞ ദോഷാ. ആ, അതാ. അയ്യോ, അത് ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടാവും. ശാന്തേച്ചി പോവാണ് കേട്ടോ. ആ.